നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു AI നിർമ്മിത ചിത്രം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ സംസ്ഥാനത്ത് പുതിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ പേരിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ കോഴിക്കോട് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സർക്കാർ പ്രതിപക്ഷവും തമ്മിലുള്ള പോര് കടുപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ഇല്ലാതാക്കാൻ വ്യാജ നിർമ്മിതികൾ ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ മുൻപ് പലപ്പോഴും ഉയർന്നു വന്ന വിമർശനങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം പോലീസിനെ ദുരുപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ഇതോടെ വീണ്ടും ശക്തമായിരിക്കുകയാണ്. N സുബ്രഹ്മണ്യനെതിരെ കലാപാഹ്വാനം, ആശയവിനിമയത്തിലൂടെ ശല്യമുണ്ടാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 8 മണിയോടെ സുബ്രഹ്മണ്യന്റെ വീട് വളഞ്ഞ പോലീസ് സംഘം അതീവ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ എന്നതുപോലെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ചിത്രം പങ്കുവച്ചതുവഴി സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നതാണ് പോലീസിന്റെ വാദം. എന്നാൽ തന്റെ നടപടിയിൽ ഉറച്ചുനിന്ന സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണത്തെ പരിഹസിക്കുകയും ഇത് ഭയത്തിൽ നിന്നുള്ള നടപടിയാണെന്ന് ആഞ്ഞടിക്കുകയും ചെയ്തു. സ്റ്റേഷൻ പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടുകയും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തതോടെ പോലീസ് വലിയ സമ്മർദ്ദത്തിലായി. കസ്റ്റഡിയിലെടുത്ത് കേവലം 1 മണിക്കൂറിനുള്ളിൽ തന്നെ സുബ്രഹ്മണ്യനെ വിട്ടയക്കേണ്ടി വന്നത് പോലീസിനും ആഭ്യന്തര വകുപ്പിനും രാഷ്ട്രീയമായി തന്നെ തിരിച്ചടിയായി. സ്റ്റേഷനിലെ പ്രതിഷേധം അക്രമാസക്തമാകുമെന്ന ഭയത്തിലാണ് പോലീസ് വിട്ടയച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഗൗരവകരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ട് പ്രതിഷേധത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. വിമർശനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനത്തെ മുൻകാല സംഭവങ്ങളുമായിട്ട് ചേർത്താണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നവകേരള സദസ്സ് നടന്ന വേളയിൽ മുഖ്യമന്ത്രിയുടെ ബസ്സിനു നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFIക്കാർ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് ഇവിടെ വീണ്ടും ചർച്ചയാകുന്നു. അന്ന് പ്രതിഷേധക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് നടപടിയും ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുത്ത നടപടിയും ഭരണകൂടത്തിൻ്റെ അസഹിഷ്ണുതയുടെ അടയാളങ്ങളാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. കറുത്ത വസ്ത്രത്തോടും കറുത്ത മാസ്കിനോടും പോലും മുഖ്യമന്ത്രി കാണിക്കുന്ന വിരക്തിയും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണെന്നും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അവഹേളിക്കാനാണ് ഇത്തരം വ്യാജ നിർമ്മിതികൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നുള്ളുന്ന ചിത്രം വ്യാജമാണെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ പുറത്തുവരുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എങ്കിലും ഇതേ ചിത്രം പങ്കുവച്ച BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ മോദി ഭയം മൂലമാണെന്ന് സുബ്രഹ്മണ്യൻ ആരോപിച്ചത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ഈ കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ തുടങ്ങിയവർക്ക് ഭരണപ്രതിപക്ഷ നേതാക്കളുമായുള്ള ബന്ധം സംബന്ധിച്ച ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകിലുണ്ടാക്കുന്നുണ്ട്. സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ CPM ആയുധമാക്കുമ്പോൾ മുഖ്യമന്ത്രി പങ്കെടുത്ത ഔദ്യോഗിക ചടങ്ങിലെ വീഡിയോ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് മറുപടി നൽകുന്നത്. ഈ പരസ്പര ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പവും സംശയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസ് നടപടിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യാപകമായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനങ്ങൾക്കെതിരെ മുൻപ് സർക്കാർ സ്വീകരിച്ച നടപടികൾ എങ്ങനെ പാളിപ്പോയോ അതുപോലെ തന്നെ ഈ ചിത്രവിവാദവും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആവേശത്തോടെ ചെയ്യുന്ന മലയാളിയുടെ സ്വഭാവം ഇത്തവണയും സർക്കാരിന് പാരയായി മാറി. നിയന്ത്രണങ്ങൾ കടുപ്പിക്കും തോറും കൂടുതൽ ആളുകൾ ഇത്തരം ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെ പോലീസ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാനുള്ള നീക്കങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. AI സാങ്കേതികവിദ്യ സത്യവും മിഥ്യയും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ക്കുമ്പോൾ നിയമ നടപടികൾ കൂടുതൽ സുതാര്യമായിരിക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം വിഷയങ്ങൾ വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ടെന്നും ഈ അടിച്ചമർത്തൽ രാഷ്ട്രീയത്തിന് ബാലറ്റ് പെട്ടിയിലൂടെ മറുപടി ലഭിക്കുമെന്ന് പ്രതിപക്ഷം വെല്ലുവിളിക്കുകയാണ്.